കാലത്തെ ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്ന ഒരു ചിത്രമാണ് വിപിൻ ദാസ് രചനയും സംവിധാനവും നിർവഹിച്ച ജയ 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 ഹേ. വിദ്യാഭ്യാസം, തൊഴിൽ, വിവാഹം എന്നിങ്ങനെ ജീവിതത്തിലെ ഏറ്റവും നിർണായക സന്ദർഭങ്ങളിൽ ഒരു പെൺകുട്ടിയുടെ അഭിപ്രായങ്ങൾ എത്രമാത്രം അവഗണിക്കപ്പെടുന്നു എന്നാണ് വിപിൻ ദാസ് ഈ കഥയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് വിദ്യാഭ്യാസം ചെയ്തു വരുന്ന ജയഭാരതിയുടെ വിവാഹ ആലോചനയിൽ നിന്നുമാണ് കഥ തുടങ്ങുന്നത്. കോളേജിൽ ചേരണം എന്ന അവളുടെ അഭിപ്രായത്തോട് വിയോജിച്ചുകൊണ്ടാണ് വീട്ടുകാർ അവളെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. വരനായി എത്തുന്നത് സ്വന്തമായി പൗൾട്രി ഫാം നടത്തുന്ന പഠിത്തം കുറവുള്ള രാജേഷ് ആണ്. പെണ്ണുകാണൽ ചടങ്ങിൽ പോലും കച്ചവടത്തെ പറ്റി മാത്രം സംസാരിച്ച രാജേഷിന്റെ ജീവിത വീക്ഷണം എത്രത്തോളം ഇടുങ്ങിയതാണെന്ന് തുടർന്ന് നമ്മൾ കാണുന്നത്. സ്ത്രീ പുരുഷന് മുന്നിൽ വാക്കടക്കി നിൽക്കേണ്ടവളാണെന്ന ധാരണയിൽ നിന്നുടലെടുക്കുന്ന ദാർഷ്ട്യത്തിന് ഇരയാവുകയാണ് ജയയും. ക്ഷിപ്രകോപിയായ രാജേഷിന് ഭയപ്പെട്ടാണ് അയാളുടെ അമ്മയും സഹോദരിയും പോലും അവിടെ കഴിയുന്നത്. തന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അനുസരിച്ച് ജീവിക്കേണ്ടവരാണ് മറ്റുള്ളവർ എന്ന നിലപാടിലാണ് രാജേഷിന് എന്നുമുള്ളത്. മറ്റുള്ളവരെ ബഹുമാനിക്കാനോ പരിഗണിക്കാനോ ഒരിക്കൽ പോലും അയാൾ തയ്യാറാകുന്നില്ല. തെറ്റ് ചെയ്തിട്ട് ഒന്ന് സോറി പറഞ്ഞാൽ തെറ്റ് തെറ്റല്ലാതെ ആകും എന്നായിരിക്കാം അയാൾ കരുതുന്നത്. എന്തിനേറെ പറയണം, താൻ ഉപദ്രവിച്ച ഭാര്യയെ അനുനയിപ്പിക്കാൻ പുറത്തു കൊണ്ടുപോകുമ്പോഴും അയാൾ സ്വാർത്ഥനാവുകയാണ്. ഇവിടുത്തെ ബീഫിനേക്കാൾ നല്ല ചിക്കനാണ് അല്ലേ? നമ്മുടെ ചിക്കനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മൊത്തം. ഒട്ടും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ എല്ലാ അവമതിപ്പും സഹിച്ച് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ജയയ്ക്ക് മുന്നിൽ കൂടുതൽ കർക്കശനാവുകയാണ് രാജേഷ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും അയാൾ അവളെ ഉപദ്രവിക്കുകയാണ്. ക്രമേണ ജയയും മാറുകയാണ്. ഭർത്താവാണെങ്കിലും അടിച്ചാൽ തിരിച്ചടി എന്നുറച്ച് ആരും അറിയാതെ അവൾ സ്വയം അടിതടകൾ ശീലിച്ചു വരുന്നു. അത് മണത്തറിഞ്ഞ രാജേഷും മുൻകരുതലുകൾ എടുക്കുന്നു. എന്നിട്ട് അയാൾ ഭാര്യയെ പോരിന് വിളിക്കുന്നു. അടിക്ക് തിരിച്ചടിയല്ല ശാശ്വത പരിഹാരമെന്ന് ജയയ്ക്കറിയാം. അതുകൊണ്ട് അവൾ പ്രശ്ന പരിഹാരത്തിനായി തന്റെ മാതാപിതാക്കളുടെ സഹായം തേടുന്നു. എന്നാൽ അവർ അവളോട് പറയുന്നത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനാണ്. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ള് വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേടെന്ന സാമ്പ്രദായിക ചിന്ത വെച്ച് പുലർത്തുന്നവരാണവർ. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ ജയ തീരുമാനിക്കുന്നു. രണ്ടു കൂട്ടരെയും വിട്ട് തനിച്ചു കഴിയുന്ന ഭാര്യയെ ഒരു പാഠം പഠിപ്പിക്കാൻ എന്ന വണ്ണം രാജേഷ് വിവാഹമോചനത്തിന് കോടതിയിൽ എത്തുന്നു. ഒരു കുടുംബ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് എന്തൊക്കെയാ വേണ്ടതെന്നറിയാമോ? അനുസരണ, പാചകം, കൈപ്പുണ്യം. ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം എന്ന രാജേഷിന്റെ ഫിലോസഫിയും കോടതിയുടെ തിരുത്തലുമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇതിൽ ഏതാണ് ശരി എന്ന് ചോദിച്ചാൽ പുരോഗമന സ്വഭാവമുള്ള ഒരാളും രാജേഷിനൊപ്പം നിൽക്കില്ല. അതുപോലെ തന്നെ രാജേഷ് ഒരു നല്ല ഭർത്താവാകാൻ വേണ്ടി ജയ കാത്തിരിക്കുന്നുമില്ല. താൻ സ്വയം സ്വാതന്ത്ര്യം കണ്ടെത്തിയ പുതുവഴിയെ അവൾ സഞ്ചരിക്കുകയാണ്. പുതിയൊരു കഥയും വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.